CPA കോളേജിലെ വിദ്യാർത്ഥികളാണ്. അപ്പൊ നമുക്ക് നോക്കാം. അല്ല നീ ചോദിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി ഫൈനൽ എന്താ പറഞ്ഞു? ആ ഒന്ന് എങ്ങനെയാണ്? അങ്ങനല്ല ഉത്തരം. അതല്ല, 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 വരുന്നുണ്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നസീർ ഷിക്കു നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അവര് ഇരു കൈയും നീട്ടി സ്വീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ പുത്രത്താടിയിലെ മണ്ണിലേക്ക് ആദ്യമായി കൊണ്ട് എത്തുകയാണ് മിൽക്കി മൗസിന്റെ ഇനോഗ്രേഷന്റെ ഭാഗമായിക്കൊണ്ട് കരന്മാർ മലപ്പുറത്തിന്റെ അഭിമാനമായിട്ടുള്ള നമ്മുടെ സ്വന്തം കൊമ്പങ്കാട് കോയ ആൻഡ് കുഞ്ഞാപ്പുത നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും ചേർന്ന് നല്ലൊരു കയ്യടിയോടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. തീർച്ചയായും ഒരുപാട് സന്തോഷം. നമ്മുടെ പുത്രത്താണിയുടെ മണ്ണിലേക്ക് ആദ്യമായി എത്തുകയാണ് നമ്മുടെ സ്വന്തം ലാല മലപ്പുറം നസീർ ഷിഖു. ഞങ്ങളിങ്ങനെ കാത്തിരിക്കായിരുന്നു അല്ലെ. നമ്മളിങ്ങനെ കുറെ കുട്ടികളുണ്ടാ, ഒരുപാട് ആരാധകരുണ്ട്. ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് നമ്മുടെ കൊമ്പങ്കാട് കോയെത്തുക, കുഞ്ഞാപ്പു എത്തുക എന്നുള്ളത്. ഇങ്ങനെ കുറെ ആൾക്കാർ, കുറെ മക്കൾ ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. അങ്ങനെ നമ്മുടെ മിൽക്കി മൗസിന്റെ ഉദ്ഘാടന ആഘോഷത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ലാല മലപ്പുറം നസീർ ഷിഖു ഇവിടെ എത്തിച്ചേർന്നു. എന്താണ് സുഖല്ലേ? കൊമ്പങ്കാട് കോയ അസ്സലാമു അലൈക്കും. ഉള്ള നേരത്തിലൊക്കെ നമുക്ക് തളിച്ച് പൊടിച്ച് കുഞ്ഞാപ്പൂവിനൊക്കെ പൊടിക്കിട്ട് പോവാം അല്ലെ. എന്താ ഈ മിൽക്കി മൗസിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് അവർ വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇതുവരെ ഈ നിലയിൽ വരെ എത്തിച്ച നമ്മളെ പുത്തനത്താണുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. പോട്ടെ, എല്ലാവരും മണഞ്ഞു കൊലക്കെ നമ്മളെ ലൈക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചാലും. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരാൻ നമുക്ക് തോന്നുന്നത് ഈ ഒരു എനർജിയും ഈ ഒരു ക്രൗഡും ഇതുകൊണ്ടാണ് നമ്മൾ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നിങ്ങളെ മുന്നിൽ വരുന്നത്. അപ്പൊ കുഞ്ഞാപ്പോ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു കൊടുത്ത. എല്ലാവർക്കും സുഖല്ലേ? വന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചാനാണ് അല്ലേ? അല്ല വർത്താനം പറഞ്ഞ ഓവറാക്കാനല്ലോ. എന്നാലും 2 ഡയലോഗൊക്കെ പറയണ്ടേ? കൊമ്പങ്ങാട് കോയ ഇപ്പൊ ചിന്ത സഹിത കൊമ്പത്തിരുന്ന് പാടേണേ, അതാണ്. അപ്പോ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞു. നമുക്കേ എത്തപ്പോ നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോസൊക്കെ കാണില്ലേ? എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വീഡിയോ അതാ ചാടിയടി. അത് എല്ലാത്തിലുണ്ട്. അതല്ലാതെ 1.5 അടി അതെല്ലാത്തിലുണ്ട്. അതല്ലാതെ ഏതാ ഇരുന്നടിച്ചോ? അതെല്ലാത്തിലുണ്ട്. അതല്ലാതെ ഏതാ? ഏത് വീഡിയോ ആണ് ഇന്നൊക്കെ വെള്ളിയാഴ്ചയാണ്. മണിച്ചിത്രത്തായി അല്ലേ? ഓക്കെ, എന്നാ ഇത് അതിന്റെ 2 വാക്ക് പറഞ്ഞത്. അതിന്റെ ഡയലോഗ് നമ്മൾ പറഞ്ഞാലോ? സെറ്റല്ലേ? റെഡി? യാരത് കൊമ്പങ്കാട് കോയ വാതിലോർക്കെ ഇന്നക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞത് വാതിലോർക്കാണ്. ജുമാക്കോ നേരായി. കൊണ്ണ് എന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. എന്റെ അമ്മ കുറ്റിപ്പുളിയ സൈനപ്പ് വിചാരിച്ച് നടന്നിട്ടില്ല. പിന്നെ ലജ്ജ്. എനിക്ക് പോണം. എനിക്ക് വീട്ടിലെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. താങ്ക് യു. പോരെ? അതല്ല പറഞ്ഞതാണോ? അപ്പോ കൈയടിക്കാൻ മടിക്കണ്ട. എല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു പടക്ക പൊട്ടുന്ന പോലത്തെ ഒരു കൈയ്യടി ആയിക്കോട്ടെ. ഇനി വേറൊരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ എന്താ അറിയോ? നമ്മളില് നീർക്കോലി തവള കണ്ടിട്ടുണ്ട് നമ്മൾ. അതില് ഡ്രമ്മക്ക് മുക്കണ ഒരു സാധനം, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. കാരണം കുറെ നേരം ഇരുന്ന് കരഞ്ഞിക്കണു ആ വീഡിയോ കഴിഞ്ഞിട്ട്. കൈ പോയി കുത്തിയിട്ട് കുറെ നേരം പരിക്ക് പറ്റിയിട്ട് കുറെ ആൾക്കാരെ ചോദിച്ചാൽ ഈ എഡിറ്റാണോ, അത് എങ്ങനെ എത്തായി കാട്ടിയത്? ഒന്നുമില്ല, ഒരടി അടിച്ച് പാടി ചാടി, അതൊന്നും നോക്കിയില്ല. തീർച്ചയായും എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ അടികളൊക്കെ നേരിട്ട് കൊള്ളുന്ന അവസ്ഥ വന്നിട്ടുണ്ടോ എന്നുള്ളത്. എല്ലാവർക്കും സംശയം ഇല്ലേ? അങ്ങനെ ഡെയിലി കൊള്ളുകയാണെങ്കിൽ ഇതിന് ജീവൻ ഉണ്ടാവുമോ? ദിവസം അടി കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ അഭിനയം മാത്രമാണ് കേട്ടോ. മലപ്പുറംകാർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് വേറെ അഭിനയല്ലേ? അതാണ്. അപ്പൊ പോയിക്കോ. അപ്പൊ നമുക്ക് പാട്ടൊക്കെ കേൾക്കണ്ടേ? ഞങ്ങൾ ഇങ്ങനെ കുറെ നേരമായിട്ട് കാത്തിരിക്കുകയാണ്. പാട്ട് കേൾക്കണം.
പാട്ട് കേൾക്കണം, മിമിക്രി കേൾക്കണം. സെറ്റ് അല്ലേ എല്ലാരും? കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. ഒരു എനർജി തീർച്ചയായും നിങ്ങളുടെ ഒരു കൈയടിയും സപ്പോർട്ടുമാണ് ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരു കുറവും വരുന്നുണ്ട്. മാക്സിമം കൈയടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഏതായാലും നിങ്ങൾക്ക് അറിയില്ല, തമിഴ് സിനിമയിൽ വിജയിന്റെ ഒപ്പൊക്കെ കൂടെ അഭിനയിക്കുന്ന ഒരു മൊട്ടടിച്ച് കറുത്തിട്ട് ഒരാളുണ്ട്. തെരി എന്ന് പറഞ്ഞ സിനിമയില് കണ്ടോ? അയാളെ വോയിസ് എടുത്ത് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യോ? ഉറപ്പാണോ? റെഡിയല്ലേ? என்னம்மா இப்படி படிக்கலாமா? இது வீட்டுக்குள்ள உண்மையால போய் இருக்கு பேபி. நீங்க ஜோசப் தானே கேட்டீங்க? அவரை ஜோசப் இல்லைங்க, நாங்க ஷார்ட்டா விஜய் குமார் தான் கூப்பிடுவோம். தெரி பேபி, எனக்கு பிடிச்ச டைலாக் என்ன தெரியுமா? ஒரு வாட்டி முடிவு பண்ணிட்டேன்னா என் பேச்ச நானே கேட்க மாட்டோமா. നല്ലൊരു കരിയർ കൊടുക്ക് ചിക്കോ. ഞാൻ പറഞ്ഞിട്ടാ കൈ അടിച്ചത്. ആണോ? അത് അവർക്ക് അറിയാത്തോണ്ടാ. സാറായില്ലേ ഇനി അടുത്ത നല്ലൊരു പാട്ടായാലോ? അതിന് വേണ്ടി ഒപ്പം പാടങ്ങള് മാപ്പിള പാട്ട് ഇഷ്ടമുള്ളവർ കൈവന്നിച്ച. അല്ല, സിനിമാ പാട്ട് ഇഷ്ടമുള്ളവർ കൈവന്നിച്ച. ഇവരോടെ പാട്ട് പാട്ടിന് മുന്നേ ഒരു ചോദ്യം ചോദിച്ചാൽ സമ്മാനം കൊടുക്കും. തീർച്ചയായും, എന്താ സംശയം, നമ്മുടെ മിൽക്കി മൗസ് എന്തായാലും സമ്മാനം കൊടുക്കും. ഇവിടെ നല്ല അടിപൊളി അവിൽ മിൽക്ക് കഴിക്കാം. അതും ഒപ്പം നമ്മുടെ കൊമ്പങ്കാട് കോയിന്റെ കുഞ്ഞാപ്പൂ ആയിരിക്കും ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ചെറിയ കുട്ടികളുടെ ചോദ്യം തീർച്ചയായും ചെറിയ കുട്ടികളുടെ ശ്രദ്ധിച്ചു കേട്ടോ. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 ഉണ്ട്? 9 എത്ര എണ്ണം വരുന്നുണ്ട്? പറയാം. രണ്ടെണ്ണം പറഞ്ഞ ആളുകൾ വന്ന പറഞ്ഞവരൊക്കെ ഉത്തരം പറയണ്ടേ കേട്ടോ. അങ്ങോട്ട് കയറ്റും ചോദിച്ചു ഞാൻ വരും. ചോദ്യം മനസ്സിലായില്ലേ? 1 മുതൽ 9 10 എണ്ണല്ലേ? ഇജ്ജും കൊണ്ട് പോവാ. 2 പറഞ്ഞ ഒരാളും വരുന്നുണ്ട്. ഓരോ എന്താ പറഞ്ഞ നോക്കട്ടെ. പിന്നെ 11 പറഞ്ഞവരൊക്കെ കൈ ചാടി തെറ്റു തരാണ്. 31 നിങ്ങൾ കയറി വരുമോ? സ്റ്റേജിൽ വരുമോ? ആ കുട്ടീനെ കയറി. ഒരു കുട്ടി 1 മുതൽ 100 വരെ എണ്ണുമ്പോ എത്ര 9 ഉണ്ട് എന്നാണ് ചോദ്യം. എത്രയാ പറഞ്ഞേ? 1. അത് പറ്റാ കുട്ടി അറ്റ സ്കൂൾ കുട്ടി അറ്റ. ഞാൻ പറഞ്ഞ എനിക്ക് തരുമോ? ഉണ്ടാക്കേ എല്ലാ സ്റ്റേജിലും കേൾക്കണം. ആരോ 25 28 വെറും 9 മാത്രമുള്ള 100 വരെ 10 ഇവിടെ വന്നാ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആരും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ സ്റ്റേജ്. ഇങ്ങോട്ട് കേറേ അന്ന ഞാൻ ഒന്നും തടൂല. അവരും തല്ലൂളൂ, അന്നെ തല്ലൂല. പറ ആ 10 ആരുടെ പേരെന്താ? സിനാന്. അത് ആർക്കോ വേണ്ടിട്ട് പറഞ്ഞാൽ സിനാന്. അനക്ക് വേണ്ടിട്ട് പറ. എന്റെ പേരെന്താ? അത് നന്നായി. പോട്ടെ, വണ്ടി പോട്ടെ. അടുത്ത ആള് പറഞ്ഞു തരണ്ടേ കേട്ടോ. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഉത്തരം കിട്ടി? 1 പറഞ്ഞ കുട്ടി ഉണ്ടായില്ല. എവിടേക്കാ പോയി? 1 വന്ന നല്ലൊരു കൈയ്യടി എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല കൈയ്യടി വെക്കി. 1 എല്ലാവരും കൂടെ പറഞ്ഞിട്ട് കുടിച്ചില്ല. പേര് CPA കോളേജിലെ വിദ്യാർത്ഥികളാണ്. അപ്പൊ നമുക്ക് നോക്കാം. ആ 1 എന്താ? അല്ല, നീ ചോദിക്കേണ്ട ആവശ്യമില്ല. ഡിഗ്രി ഫൈനൽ കൊടുക്കും. എന്താ പറഞ്ഞു? ആ 1 എങ്ങനെയാണ്? അങ്ങനല്ല ഉത്തരം. അതല്ല. 1 മുതൽ 100 വരെ എണ്ണുമ്പോൾ അതിൽ എത്ര 9 വരുന്നുണ്ട്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എത്ര 9 വരുന്നുണ്ട്? അതാണ് ചോദ്യം. നിങ്ങൾ 3 ആൾ ഒരാൾ മിൽക്കിന്റെ പേരിലാണ് കൊടുത്തോളൂ. പൈസ കൊടുത്തോളാം കേട്ടോ. അതെന്തിനാന്ന് കൂടെ പറഞ്ഞുതരാം. ഇങ്ങോട്ട് കേറി വരാനുള്ള ധൈര്യം കാണിച്ചില്ലേ അതിന്. ഓക്കെ, നല്ലൊരു കൈ കൊടുത്താണ് കുട്ടിക്ക്. പിന്നെ ഓക്കെ, ആര് 30 പറഞ്ഞവനല്ലേ? ഒരു ഉത്തരം പറഞ്ഞു. ശരിയാണോ തെറ്റാണോ അറിയില്ല. എന്റെ പേരെത്ര? എത്ര പറഞ്ഞേ? 21 എണ്ണി ചടക്കുമല്ലോ. പറഞ്ഞ നോക്കട്ടെ. പറ 9, 19,
29, 39, 49, 59, 69, 79, 89, 99, 89, 99. കഴിഞ്ഞില്ലേ? അപ്പൊ 11 ആയിട്ടുള്ളൂ. 11 ആയിട്ടുള്ളൂ. ഇല്ല, പറ. ആരായിരിക്കും ഇന്ന് മിൽക്കി